കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ ഒരു ഡിസ്ക്ലെയിമർ പറഞ്ഞിരുന്നു വായുത്തിൻ്റെ അടുത്ത്. എവിടെയാണ് ബി ജെ പിക്ക് ഒരു വീഴ്ച വരുന്നത് എന്ന് എൻ്റെ ഒരു അസസ്മെൻറ്റ്. വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള പ്രവർത്തനം 75% നിന്ന് 70% താഴ്ന്നു അവിടുത്തെ വോട്ടിംഗ് ശതമാനം. ആ 5% ബി ജെ പിയുടെ വോട്ടർമാരല്ല, പക്ഷേ കുറേ അധികം ബി ജെ പിയുടെ വോട്ടർമാരുണ്ട്. അവരെ കൂടെ ബൂത്തിൽ എത്തിച്ചിരുന്നെങ്കിലോ. ഇതിലുള്ള ഒരു പ്രയാസം ഉപതിരഞ്ഞെടുപ്പാണല്ലോ. പാലക്കാട് ചേലക്കര 2 അസംബ്ലി മണ്ഡലം, വയനാട് മാറ്റിവെക്കുക, ലോക്സഭയാണല്ലോ. അപ്പോൾ പാലക്കാടും ചേലക്കരയും കോൺഗ്രസിന് കിട്ടിയെന്ന് വെച്ചോ, കേരളത്തിൽ എന്താ ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു? ഒന്നുമില്ല. പാലക്കാടും ചേലക്കരയും CPM കിട്ടിയെന്ന് വെച്ചോ, കേരളത്തിൽ എന്ത് മാറ്റം ഉണ്ടാകാൻ പോകുന്നു? ഒന്നുമില്ല. പാലക്കാട് BJP ജയിച്ചു എന്ന് വയ്ക്കുക, ആ ഒരാൾ പോയിട്ട് എന്ത് മാറ്റം ഉണ്ടാക്കാൻ പോകുന്നു? ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകിച്ച് അർത്ഥമില്ലാത്തൊരു എക്സർസൈസാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അധികാരം മാറുന്ന ഒരു സ്ഥിതി വരണം. അതുകൊണ്ടാണ് പഞ്ചായത്ത് വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഫലം മാറുകയും പഞ്ചായത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന കക്ഷി വീഴുക, മറ്റേ ആൾ താങ്ങുക. അപ്പോൾ SDP താങ്ങ് വാങ്ങിച്ചു, പോപ്പുലർ ഫണ്ടിൻ്റെ സപ്പോർട്ട് വാങ്ങി എന്നൊക്കെ പറഞ്ഞില്ലാത്ത കച്ചറയുണ്ടാകുന്നത് ഈ അധികാരമാറ്റം ഇൻവോൾവ് ആയതുകൊണ്ടാണ്. അധികാരമാറ്റം ഇൻവോൾവ് ആയിരുന്നു എങ്കിൽ പാലക്കാട് ഈ പോളിംഗ് ശതമാനവും കൂടുമായിരുന്നു, റിസൾട്ടും വ്യത്യസ്തമാകുമായിരുന്നു. കൃഷ്ണകുമാർ ജയിക്കും എന്നല്ല ഞാൻ പറയുന്നത്, റിസൾട്ട് വ്യത്യസ്തമായേനെ എന്നാണ് എൻ്റെ റീഡിങ്.